നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് ശ്രീധർ. പ്രധാന വാർത്തകൾ. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ശുദ്ധജല ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന് മോൻസ് ജോസഫ് MLA. പഞ്ചസാര കഴിക്കുന്നു, വില 42-ലെത്തി. മാഞ്ഞൂരിൽ ക്ഷീരവികസന വകുപ്പ് എക്സ്റ്റൻഷൻ സെന്റർ അനുവദിച്ചായി മന്ത്രി KC ജോസഫ്. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം ഒരുങ്ങുന്നു വിനായക ചതുർത്ഥിക്കായി. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ അണിയേർത്ത് കുറവിലങ്ങാട് എക്സൈസ് സംഘം. വാർത്തകൾ വിശദമായി. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ശുദ്ധജല ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന് മോൻസ് ജോസഫ് MLA. സിറ്റി ന്യൂസ് ചാനലിന്റെ കാഴ്ചപ്പാട് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മോൻസ് ജോസഫ് MLA. കാഴ്ചപ്പാടിന്റെ പൂർണ്ണരൂപം ഞായറാഴ്ച രാത്രി 7:30-ന്. ശുദ്ധജല ദൗർലഭ്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്നും MLA വ്യക്തമാക്കി. നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും MLA പറഞ്ഞു. സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരുടെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്ന കാഴ്ചപ്പാട് പരിപാടി സിറ്റി ന്യൂസ് ചാനലിൽ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7:30-നാണ് സംപ്രേഷണം ചെയ്യുന്നത്. കാഴ്ചപ്പാട് പുനഃസംപ്രേഷണം ചൊവ്വാഴ്ച രാവിലെ 8:30-നും വ്യാഴാഴ്ച രാത്രി 10-നും. എന്തായാലും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ കുടിവെള്ള പ്രശ്നങ്ങൾ വരുന്ന 5 വർഷക്കാലത്തിനകം ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്നുള്ളത് എന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. അപ്പൊ അത് എല്ലാ പഞ്ചായത്തുകളിലും അതിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഉത്തമ വിശ്വാസമാണ്. കാലങ്ങളായിട്ട് പ്രശ്നങ്ങൾ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ കനാലുകളുടെ കാര്യത്തിലും ഇപ്പോൾ വന്നേക്കുന്ന അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും കനാലുകൾ പല സ്ഥലത്തും ഈ കുറെ കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ട പല സ്ഥലങ്ങളും നടന്നതിൽ അപാകത ഉണ്ടാവുകയും ചെയ്തു. നടന്നതിൽ കുറെ സ്ഥലങ്ങളിൽ അപാകത ഉണ്ടായിരുന്നു. അത് നേരത്തെ നടന്നുപോയ കാര്യങ്ങളാണ്. പഞ്ചസാര കഴിക്കുന്നു, വില 42-ലെത്തി. കഴിഞ്ഞ ആഴ്ചയേക്കാൾ 10 രൂപയോളമാണ് പഞ്ചസാരയ്ക്ക് വില വർദ്ധിച്ചിരിക്കുന്നത്. അരിക്കും പയറിനും നിത്യോപയോഗ സാധനങ്ങൾക്കും വില ഉയർന്നു. പഞ്ചസാരയുടെ വില കഴിക്കുന്നതോടെ പ്രമേഹ രോഗികൾക്ക് ഒരുപക്ഷെ സന്തോഷിക്കാനായേക്കാം. പഞ്ചസാര ഉപയോഗിക്കാൻ കഴിയുന്നവർ പോലും പോക്കറ്റ് കാലിയാകും വിധമാണ് പഞ്ചസാരയുടെ വില കുതിച്ചു ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വരെ 30 രൂപയ്ക്ക് മുകളിൽ ലഭിച്ചിരുന്ന പഞ്ചസാര 10 രൂപയോളം വർദ്ധിച്ച് ഇപ്പോൾ 42 രൂപ 1 കിലോയ്ക്ക് നൽകേണ്ടുന്ന അവസ്ഥയിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണുള്ളത്. മലയാളിയുടെ ഓണാഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കും വിധമാണ് നിത്യോപയോഗ സാധനങ്ങളുടെയും പയറ്, അരി, പലവ്യഞ്ജനങ്ങളടക്കമുള്ള അവശ്യ വസ്തുക്കളുടെയും വില കുതിച്ച് ഉയരുന്നത്. മില്ലുകളുടെ എണ്ണക്കുറവ്, പിന്നെ ഉപയോഗം കൂടുതൽ, പിന്നെ അന്യസംസ്ഥാനത്തെ പഞ്ചസാര കുറച്ച് വരുന്നുണ്ട്. അതിന് പേരിൽ ശകലം കുറവിലേക്ക് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലാണ്, ഈ സമയത്ത് ഉപയോഗം കൂടുതലാണ്. ഓണം വരുന്നു. പിന്നെ പഞ്ചസാരയെ സംബന്ധിച്ച് ഏത് സമയത്തും വില കുറയോ കൂടുകയും ചെയ്യാം. ഇപ്പോൾ കൂടി നിൽക്കുന്നു, നിമിഷം കൊണ്ട് കുറയാം, കൂടാം. പിന്നെ അരി നമ്മൾ കൂടുതലും അന്യസംസ്ഥാനത്തെ യാത്ര ചെയ്യാൻ കഴിയുന്നത് കർണാടക, തമിഴ്നാട്, അതുകൊണ്ട് കാര്യം ഇഷ്ടംപോലെ വരുവാണെങ്കിൽ വില കുറയും. അവിടെ ഇപ്പോൾ ദൗർബല്യമാണ്. പിന്നെ പാലക്കാടൻ, നമ്മുടെ കൃഷി പ്രധാനം പാലക്കാടനാണ്. പാലക്കാടൻ അരി ഇപ്പം കുറവാണ്, അവിടെ വെള്ളം കയറിപ്പോന്നാണ് പറയുന്നത്. പിന്നെ കുട്ടനാടൻ പ്രദേശങ്ങളിലൊന്നും കൃഷി തീരെ കുറവാണ്. അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടുത്തെ ഷോർട്ടേജാണ്. പിന്നെ അവിടെയുള്ള അരിയെല്ലാം മില്ലുകാരെല്ലാം കയറിക്കൊണ്ട് പോകുന്നു. അവരുടെ കയ്യിലാവുന്ന കൃഷി മൊത്തം. അതിൻ്റെ പേരിലും വിലക്കുള്ള വരാം, അവരാണ് വില തീരുമാനിക്കുന്നത്. ഇപ്പോൾ കണമായ കയറി നിൽക്കുവാണ്. മാഞ്ഞൂരിൽ ക്ഷീരവികസന വകുപ്പ് എക്സ്റ്റൻഷൻ സെന്റർ അനുവദിച്ചായി മന്ത്രി KC ജോസഫ്. മാഞ്ഞൂർ ക്ഷീരവികസന സഹകരണ സംഘത്തിന്റെ അധിക വില വിതരണവും മന്ത്രി നിർവഹിച്ചു. മാഞ്ഞൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ അധിക വില വിതരണ ഉദ്ഘാടനവും ക്ഷീരവികസന സെമിനാറും ക്ഷീരവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെ പ്രവർത്തനം കേരളത്തിൽ പാലുൽപാദനം വർദ്ധിച്ചതായും ഇതുമൂലം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാലിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. മാഞ്ഞൂരിൽ ക്ഷീര എക്സ്റ്റൻഷൻ ഓഫീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മോൻസ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. മികച്ച ക്ഷീര കർഷകനെ ആദരിക്കലും കറവയന്ത്ര ധനസഹായ വിതരണവും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ KT സരോജിനി നിർവഹിച്ചു. സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീര കർഷകനെ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MM തോമസും വനിതാ കർഷകയെ ജില്ലാ പഞ്ചായത്ത് അംഗം മിനി ബാബുവും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മികച്ച ക്ഷീരകർഷകനെ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാലായും മുതിർന്ന ക്ഷീരകർഷകനെ പഞ്ചായത്ത് പ്രസിഡന്റ് ത്രേസ്യാമ്മ ജോസഫും യുവ കർഷകനെ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടോംസി ആന്റണിയും ആദരിച്ചു. സംഘം പ്രസിഡന്റ് VL തോമസ്, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം ഒരുങ്ങുന്നു വിനായക ചതുർത്ഥിക്കായി. മള്ളിയൂരിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ 15-ന് തുടങ്ങും.
മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ ഓഗസ്റ്റ് 15 മുതൽ 22 വരെ തീയതികളിൽ നടക്കും. മള്ളിയൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണ ധ്വജപ്രതിഷ്ഠയ്ക്ക് ശേഷം എത്തുന്ന ആദ്യ തിരുവുത്സവമാണ് ഇത്തവണത്തേത് എന്ന പ്രത്യേകതയുമുണ്ട്. ചിങ്ങമാസത്തിലെ 5-ാം ദിവസമായ ശുക്ലപക്ഷ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. വിനായക ചതുർത്ഥി ദിനത്തിൽ 12 കരിവീരന്മാരെ വെള്ളയും കരിമ്പടവും വിരിച്ചിരുത്തി ഗജപൂജയും ആനയൂട്ടും നടത്തും. മംഗലാംകുന്ന് കർണൻ, പാമ്പാടി രാജൻ, പാമ്പാടി സുന്ദരൻ, കാഞ്ഞിരക്കാട്ട് ശേഖരൻ, ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, പാഴൂർമന ഗോപാലൻ, തോട്ടയ്ക്കാട് ശേഖരൻ, തോട്ടയ്ക്കാട് കണ്ണൻ, തോട്ടയ്ക്കാട് പാർത്ഥസാരഥി, ഇത്തിത്താനം വിഷ്ണുനാരായണൻ, നെല്ലിക്കോട് ഗണേശൻ, നെല്ലിക്കോട് രുദ്രൻ എന്നീ ഗജവീരന്മാരാണ് ഇത്തവണ ഗജപൂജയിലും ആനയൂട്ടിലും പങ്കെടുക്കുക. ഓഗസ്റ്റ് 15 കൊടിയേറ്റോടെ ഉത്സവം ആരംഭിക്കും. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ അണിയേർത്ത് കുറവിലങ്ങാട് എക്സൈസ് സംഘം. എക്സൈസ് സംഘത്തിന്റെ പ്രവർത്തന പരിധിയിലുള്ള മുഴുവൻ സ്കൂളുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ പ്രവർത്തനം തുടങ്ങി. ഇളം തലമുറയെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിന് ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ലക്ഷ്യമായി സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾ തോറും ആന്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കുറവലങ്ങാട് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ കുറവലങ്ങാട് മേഖലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും മുഴുവൻ വിദ്യാലയങ്ങളിലും ഇതിനോടകം തന്നെ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുറവലങ്ങാട് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ബോധവൽക്കരണ ശ്രമങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ. ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ കുട്ടികൾക്കായിട്ട് ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപവൽക്കരിച്ചു വരികയാണ്. ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനും മാതൃക കുട്ടികളായിട്ട് മാറുന്നതിനും സമൂഹത്തിനും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഗുണം ചെയ്യുന്നതിനും മാതൃകാ കുട്ടികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഗവൺമെന്റ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഏറ്റവും വലിയ പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഉണ്ടാക്കുന്ന ദോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സജീവമായി ചർച്ചയിലുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ ഉണ്ടാകുന്നതിനേക്കാൾ ദോഷങ്ങളും അതിനേക്കാൾ മാരകമായ ഫലങ്ങളുമാണ് ഈ മദ്യാസക്തി കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ പെരുകുന്നു, റോഡപകടങ്ങൾ വർദ്ധിക്കുന്നു, മോഷണങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും എല്ലാം നടക്കുന്നതിലെ പ്രധാനത വില്ലൻ മദ്യവും മയക്കുമരുന്നുകളും തന്നെയാണ്. ഇതെല്ലാം മുൻനിർത്തിയാണ് ഗവൺമെന്റ് കുട്ടികളിൽ നല്ലൊരു അവബോധം സൃഷ്ടിക്കുന്നതിനും നല്ല രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുന്നതിനും വേണ്ടിയിട്ട് ആണ് ലഹരി വിരുദ്ധ ക്ലബ്ബ് രൂപീകരിച്ച് വരുന്നത്. അതനുസരിച്ച് കുറവലങ്ങാട് എക്സൈസ് റേഞ്ചിൽ 7 പഞ്ചായത്തുകളിൽ ആയി 10 സ്കൂളുകളിൽ ഇതിനകം തന്നെ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപവൽക്കരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പാലാ കേന്ദ്രമാക്കിയുള്ള അഡാപ്റ്റിന്റെ സഹായത്തോടെ ആണ് ക്ലബ്ബുകൾ രൂപവൽക്കരിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഡയറക്ഷൻസ് അനുസരിച്ച് കുട്ടികളിൽ നിന്ന് ഒരു പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ജോയിന്റ് സെക്രട്ടറിയെയും കൂടാതെ ഇത് നടത്തുന്നതിന് അധ്യാപക തലത്തിൽ ഒരു കൺവീനറെയും നിശ്ചയിച്ചിട്ടുണ്ട്. സ്വതന്ത്രമായ ചുമതല നൽകി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രസിഡന്റുമാരും എക്സൈസ് ഇൻസ്പെക്ടറും രക്ഷാധികാരികളും ആണ് ഈ ക്ലബില്. എല്ലാ മാസവും അവർക്ക് കൂടുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഗവൺമെന്റ് നൽകുന്ന എല്ലാ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകുന്ന പുകയില വിരുദ്ധ ദിനത്തിന്റെയും ലഹരി വിരുദ്ധ ദിനത്തിന്റെയും ദിനങ്ങളിൽ അവർക്ക് പ്രത്യേകം നിർദ്ദേശപ്രകാരം പ്രസംഗ മത്സരം, ഉപന്യാസ മത്സരം, ചിത്രരചനാ മത്സരം എന്നിവയെല്ലാം നടത്തി സമ്മാനം നൽകുന്നുണ്ട്. കൂടാതെ അവർക്ക് ഫ്ലക്സ് ബോർഡുകളും നോട്ടീസ് ബോർഡുകളും ഒക്കെ നൽകുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രവർത്തനം ഇനിയും മുമ്പോട്ട് ബാക്കി എല്ലാ സ്കൂളുകളിലും നടത്തുന്നതിന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും അതോടനുബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരും അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞ് എല്ലാ സ്കൂളുകളിലും ഉടൻ തന്നെ രൂപവൽക്കരിക്കുന്നതാണ്. ഇനി ഒരു ഇടവേള.